കൊച്ചോ? എഴുന്നേറ്റില്ല. എഴുന്നേപ്പിക്കണോ? ഓട്ടോ വീടെ ഒച്ച കേട്ടിട്ട് എഴുന്നേറ്റാണ്. എന്നാ ഉണ്ട്? ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ട്. നീ എന്നെ എഴുന്നേറ്റാ? ഓട്ടോയുടെ ഒച്ച കേട്ട് എഴുന്നേറ്റാണോ? ആരും ഓട്ടോ വന്നൊന്നുമില്ല. ഓട്ടോ ചെറിയാൻ ചേട്ടൻ പോയതാ. ഇവിടെ ഉണ്ട്. ഉറങ്ങിയല്ലേ? സൂപ്പറായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു നീർമാറ്റത്തിലെ ഉറക്കം? പറഞ്ഞു പോയാൽ മതി. അത് പറ ആദ്യമേ കേട്ടോ. ആടന്നോ? കള്ളു കുടിച്ച് മൂത്ത് വരുന്നവനാണല്ലോ വരുന്നത്. ആടി ആടി വെക്കണമെന്നുണ്ടോ? ഒന്ന് ഉറങ്ങിക്കോടെ. അതല്ലേ കിടക്കുന്നത്? പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കണം? കൊച്ചല്ലേ, കൊച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അപ്പുറത്ത് കിടത്തിക്കും. കൂർക്കം വലിച്ച് ഉറങ്ങിക്കൊണ്ട് ചേച്ചനെ പോയി കുത്തിപ്പോയി. സ്വന്തം കാപ്പിയിലുണ്ടായ സ്വന്തം കാപ്പിക്കുരു വറുത്തിട്ട് പൊടിച്ച് ചേച്ചാച്ചിന് കാപ്പി കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ചേട്ടാ. കാപ്പിപ്പൊടി തീർന്നിട്ടാണെന്നുള്ളത് അറിയാമല്ലോ, അല്ല പിന്നെ ഈ പണി കാണിക്കത്തില്ലല്ലോ. ഇത്രയും കാപ്പി കുരുവിനകത്തോട്ട് ഉലുവാനകത്തിടുന്നേ പൊടിക്കുമ്പോഴാ. ഇപ്പൊ ഉലുവായിട്ടുണ്ട്. ഇത് മൂത്ത് വരുമ്പോ ഉലുവ കഴിഞ്ഞ് വേറെ ഇതാവില്ലേ? ചേച്ചാ കാപ്പി വെച്ചിട്ട് ഇപ്പൊ അരമണിക്കൂറായി. ഇന്ന് കിട്ടൂല്ലോ. ഇന്ന് കിട്ടും. അത് ഞാൻ ഇട്ടേക്കുന്ന പെർഫ്യൂമിന്റെയാ. ഒരു കുളി കഴിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്, മാലയൊക്കെ കെട്ടാൻ വേണ്ടി. ഇത് ഭഗവാന് കെട്ടുന്ന മാല പോലെ ഉണ്ടല്ലോ. ഇത് തല കിട്ടുവോ? ഹാപ്പി വേണം. കളി കാണും, കുളി കാണും. ഓണം മതി. അമ്പാടി കണ്ണാടിയാട് അണുണ്ടി കണ്ണായി കണ്ണ വിഷുവായി, ഓണമായി. ഇനി അടുത്ത് കിട്ട് കേക്കത്തില്ല. ആയിട്ടോ. മതി 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 മതി. തുളസിക്കൈ എന്നെന്നും ചേർത്താ ഞാൻ അങ്ങനല്ലേ? ഗുരുവായൂരമ്പലി വാവാ കണ്ണ മതിയോ? ഇരുന്ന അർത്ഥം സതിവരാസനം പാത്രം ഞാൻ തരാവേ. ഹരിവരാസനം പാട്. അതിവരാസനം വിശ്വമോഹനം അതിവിലോഹരം വിനാദമോഹിതം. അർത്ഥപാട്ടം പാട്ട് ഒന്നാണ്. എന്റെ കൂടെ പോലും എല്ലാം തിരുമേക്ക് കുറയ്ക്കാനോ കൂടുവില്ല.
അതിനുള്ള സാധനമില്ല പിടിക്കാൻ. ഓണത്തിന് പാടിയതാണ് ഇതൊക്കെ. ആ മതി. അടുത്ത പാട്ട് കിട്ടണ കിട്ടി കിട്ടി ആരാടെന്തേലും കാത്ത് ആര് മതിയോ? ബാലു ബബലു വന്നല്ലോ ആനോ നീ അഞ്ചേ നാല് എണ്ണം അഞ്ചേ എട്ട് പറയച്ച അത്താരക്കർ വേണ്ടേരം അഞ്ചേ അഞ്ച് മൂന്നെണ്ണം അണ്ടേ മൂന്ന് അണ്ടേ എട്ട് വെച്ചാണം അത്തോട്ട് ആരാരും കാണാതെ വിളകൾ പാടിയ സംഗീതേ താത്ത സല്ലാപമേ കേക്കത്തില്ല. ഗന്ധർവ വീണകൾ പാടിയ സംഗീത അതാ സല്ലാപമേ മുതിയതിയൻ വളരെ അടുത്ത പാട്ട് കൊച്ചത് കറങ്ങുന്നില്ല. അതിനകത്ത് സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് സോറി വാവ് കാപ്പിപ്പൊടി. ഇതൊക്കെ കണ്ടില്ല കാണത്തില്ല അതിനകത്ത്. അതാണ് കാപ്പിപ്പൊടി. നമ്മുടെ സ്വന്തം കാപ്പിയിൽ നിന്ന് സ്വന്തം ഉണ്ടായ പൊടി അല്ല ഉണ്ടാക്കിയ പൊടി. ആ നല്ല മണം. ചക്കത്തി കുല്ല് കല്ല് വെളുക്കി കല്ല് പിരിങ്ങി ആര് അത് വിൻവദത്തനുണ്ട് എടുത്തും പിരി ഇവിടെ വിൻവദത്തനുണ്ട് അക്ഷരം തെറ്റിയാലേ വേണല്ലോ. മോൻ പാടിക്കൂടി ഒരു ഹിന്ദി പാട്ട് അങ്ങ് പാടിക്കോ. ഒരു ഹിന്ദി പാട്ട് നീ പാടടേ. ഹിന്ദി പാട്ട് നമ്മുടെ ധനുഷിന്റെ മതിയോ? ധനുഷിന്റെ ആണോ ഹിന്ദി പാട്ട്? ധനുഷിന്റെ ഏത് ഹിന്ദി പാട്ട്? ഹിന്ദി പാട്. അടുങ്കാതോ അടുങ്കാത് സുരനായി ഹിന്ദിത്തോടോട് ഓടി പോകണം മണക്കിടക്കിടി വായ ഊണി കൊയണം ഊണിക്ക് തക്ക വായ. അടുത്ത പാട്ട് ഉണക്കറിയ കൊയക്കട്ടെ സുമ്മാ മഴക്കറിയ നോക്ക് തവിള കിട്ടേ അച്ഛമ്മക്കറിയ പഞ്ചമുട്ടായ തല കുലുങ്ങുന്നോ? എനിക്ക് പഞ്ചമുട്ടായ അച്ഛമ്മക്കറിയ പഞ്ചമുട്ടായ. അടുത്ത പാട്ട് ആരാരും കാണാൻ എന്നെ കൈതൊടുമോ പൂക്കൈത തങ്കം ക്ലീനോട് ചെയ്തിരുമോ. അടുത്ത പാട്ട് കേക്കട്ട് സമ്മതിക്കൂല. കഥവിൽ വിരുന്നു വന്നു സാഗര വീതികൾ കൈത വന്നു. അടുത്ത പാട്ട് മാറ്റിക്കോട് വീട് വീട് വാമോസത് മഞ്ഞ ആപ്പത്തെ പാണത് വീസത്. ഒരു പഴയ പാട്ട് പഠിക്കേ. ഒരു പഴയ നസീറിന്റെ ഒരു പാട്ട് പഠിക്കേ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്ന് പോകും. പാടില്ല പാടില്ല പാടെ മറന്ന് കിടക്കരടെ. അടുത്ത പാട്ടേ
പാടില്ല ടിങ്കിടിക്കിടിങ്. കൊച്ചിന് പല്ലൊക്കെ തേച്ച് കുളിക്കണ്ടേ? അടുത്ത പാട്ട് വാനോട് പിന്നെ പിന്നെ ബാലോട് വീത വീസത് ആരെ പാടിയ ബാലോട് വീത വീസ് ബാപ്പതും ഒരു ലാലേട്ടന്റെ ഒരു ക്ലാസിക്കൽ രക്ഷ പാട്ടില്ല ഇങ്ങനെ മറ്റേ ഇതിന്റെ ഒരു പാട്ടോട് ചൈന ടൗൺ അല്ല നീ നിന്നാലും അറിയുമോ അടുത്ത പാട്ട് മോൻ ഇഷ്ടമുള്ളൊരു പാട്ട്, മോൻ എപ്പോഴും പാടുന്നൊരു പാട്ടില്ലേ പൊന്നിൽ കുളിച്ചെന്നുള്ള പാട്ട്, അന്ന് പാടിക്കേ. പഠിക്കോ? കുളിച്ചു തന്ന് ചന്ദ്രകാന്ത സുന്ദരം പാടുമായിരുന്നല്ലോ, എന്നെ പറ്റി അത് ചന്ദ്ര മതിവാതി ചാർത്തി ആ പാട്ടിനതല്ലത്. ചന്ദന മണിവാതിൽ അങ്ങനല്ലേ? ചാർത്തി എനിക്കത്തില്ല അങ്ങനോടൊക്കെ. അവിടെ കൊണ്ട് നിർത്തി. പല്ല് വെച്ചാലോ? കുളിച്ചാലോ? വേണ്ട. ഇപ്പൊ ഒന്നും കഴിക്കണ്ട. പാട്ട് പറ. പല്ല് കേക്കണ്ട. അടുത്ത പാട്ട്. അപ്പൊ എഡിറ്റ് ചെയ്ത് മടുക്കും. അതുകൊണ്ട് നമുക്ക് നിർത്തിയാലോ? പോവാം. ഇപ്പൊ പല്ല് കേക്ക്. പല്ല് കേക്ക്. ആരാണി ഒന്ന് കുളിപ്പിച്ചടി വിളാ. ഞാൻ പോട്ടെ. ലൈറ്റ് കണ്ടോ? എനിക്കത് വീഡിയോ എടുക്കാൻ വേണ്ടി കൊച്ചു ലൈറ്റ് വരെ സെറ്റ് ചെയ്ത് തന്നേക്കുവാണ്. ഇതാണ് കാപ്പി. പക്ഷെ തരി ഉണ്ടല്ലേ? അതന്നെ ജീരകമൊക്കെ ഇച്ചിരി കൂടിപ്പോയിട്ടുള്ള പോലെ തോന്നുന്നു. ഒത്തിരി എണ്ണത്തിന് അത്ര ജീരം ഇടുന്നേ, ഒത്തിരി കുടിക്കുമ്പോ. ഓക്കേ, കുടിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സദ്യ ഒന്നുമില്ല. കാക്കമ്മ മരിച്ച്, ചേട്ടച്ചാര് മരിച്ച്. അടുത്ത ഓണത്തിന് ഞാൻ കാണില്ലായിരുന്നു. ഞാൻ പറയും ചുമ്മാ പറയരുത്. കുറെ നാളായാലും ഞാനിങ്ങനെ പറഞ്ഞു പിന്നെ അമ്മ എല്ലാവർക്കും അമ്മ എങ്ങനെ പാലെടുക്കണേ. പക്ഷെ എന്റെ അമ്മ കണ്ടേനെ പന്നെ അസുഖം വന്നില്ലായിരുന്നല്ലോ. എടി ഇത് കൊള്ളാം കണ്ടോ ഈ പൂവ്. പക്ഷെ ഇതൊരു ചെടിയാന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഓർത്താണ്ട് കാണാതിരിക്കണം. ആ കട ഉണ്ടോ? റാണിയൊക്കെ ഉണ്ടോ ഇന്ന്? റാണി ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇല്ല. ഇന്നല്ലേ ഓണം? നാളെ ഓണം. നാളെ അല്ലേ? ഇന്നാ പോയി. നാളെയാടി ഓണം. ഇന്നാടി? നാളെയാന്ന്. പിന്നെ ഇന്ന് ഓണമാണേ. സെൽഫി എടുക്കണം. ഞാൻ എടുത്തില്ലായിരുന്നു അന്നേരം. വയ്യെങ്കിലും അത് വയ്യെന്ന് കാണിക്കാതെ നടക്കുന്ന അങ്ങനെ. ഗൾഫിന് പോകുന്ന പോലെയാണല്ലോ.
ഹായ് കെട്ടി വെച്ചില്ല അതിനകത്ത് പൊടി വരത്തില്ല എണ്ണയൊക്കെ ഒഴിച്ച് നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നതായിട്ട് എന്നോടൊപ്പം ഓണമായിട്ട് ഇല്ല ഞാനേ ഓണത്തിൻ്റെ ഓണം ജീരാൻ്റെ വീട്ടിൽ ഞാൻ ഓർത്ത് അവളുടെ അടുത്ത് പോയത് ചാമ്പള ജീവനൊക്കെ ഇറക്കി വിട്ട് കളയാൻ വേണം ഇറക്കി വിടണം അലമ്പാ ഉണ്ടോ എന്നാ കൊണ്ട് ഒത്തിരി ആളായല്ലോ കണ്ടിട്ട് പണിയല്ല അതുകൊണ്ടല്ലേ വണ്ടി ഓടിച്ചാണെങ്കിൽ ചുമ്മാ കാപ്പി വേണം അതിന്റെ പതി കൊള്ളാം ഇത് മലനാട് ഇതേ ഉള്ളൂ കോസ്റ്റ്യൂമാറിപ്പോ ചെറുക്കന് പച്ച ഷർട്ട് മേടിക്കാൻ പോവാതെ ആ നിങ്ങൾ രണ്ട് മാത്രം പച്ച ഇട്ടിട്ട് കൊച്ചുകൂടെ ഹായ് എന്നാ ഉണ്ട് അമ്പലത്തിൽ പോകാം ചെന്നാപ്പാറയ്ക്ക് പോവാ ആണോ നാളിനൊക്കെ ഉണ്ട് ആണോ ആ ഇന്ന് തന്നെ പരിപാടി ആ ആരാ ആ എന്നാ ഉണ്ട് ഇത് കൊള്ളാലോ തകർത്ത് ഓണമൊക്കെ ആയിട്ട് ഓണത്തിന്റെ ഡ്രസ്സാ അല്ലല്ല കള്ളം പറയാൻ എനിക്കൊന്നും ഇല്ലേ ഞങ്ങളും കേട്ട അവസ്ഥയല്ല എനിക്ക് കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് ഇത് ഞങ്ങൾ ഇപ്പൊ അവിടെ നിന്ന് ഇത് മേടിക്കാൻ വേണ്ടി ഹാപ്പി ആണ് അടുത്ത ദിവസം കാണാം ഇപ്പൊ കാപ്പി വേണം പൈസ മുടക്കൊന്നുമില്ലല്ലോ എന്നാലും ആ പുള്ളിക്ക് വാവയ്ക്ക് വല്ല കൊണ്ട് കൊടുക്കണം ആരാ ഈ പുള്ളിക്ക് ഇങ്ങോട്ട് പോയപ്പം പറഞ്ഞു വിട്ടോ തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരാന്ന് പറഞ്ഞു വേണ്ട കുടിച്ചോ വേണ്ട സാമ്പാർ എന്നാ എത്ര നടപ്പ് ഒരു ദിവസം ഇവിടെ നടന്നു വരുമ്പോ തീരെ പറയൂടി നീ ഇത് നടന്ന നീ എങ്ങനെയാണ് നടന്നു പോരുന്നത് അതുപോലെ ഏറ്റമല്ലേ എന്നിട്ട് ഈ കൊളസ്ട്രോൾ ഇച്ചിരി കൂടുതലാണ് എനിക്ക് തോന്നുന്നില്ല നല്ലതായിട്ട് വേറെ പോയി
നീ ഞങ്ങൾ ഓട്ടോയ്ക്ക് അതായത് ഓർത്തല്ലേ? ബിരിയാണി ഒന്നുമല്ല, പൊറോട്ട കിട്ടിയില്ല. പത്തിരി മേടിച്ചു. പത്തിരി മതിയോ? പത്തിരി മതിയോടി? പത്തിരി ഓണത്തിന് പത്തിരി, പെരുന്നാളിന് മേടിക്കുക. ആ നിങ്ങളോട് ഞാൻ ഇന്നലെ മലയാളത്തിൽ ചോദിച്ചല്ല കട തുറക്കുമല്ലോ. നിങ്ങളല്ലേ തുറക്കുമെന്ന് പറഞ്ഞാൽ? തുറന്നില്ല. ഇതിനാടി നിൽക്കുന്നത് വള്ളിക്കകത്ത്? അല്ല തരാം, എല്ലാം തരാം. എടി 2-3 എടുത്തിട്ട് തരാം അതിനകത്തോട്ട്. താഴെ ഇവിടെ നല്ല സുഖമായിരിക്കും. അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് താഴെ. അങ്ങോട്ടൊന്നും പോയാൽ താഴെപ്പോത്തില്ല. മതിയോ? എങ്ങനെയുണ്ട്? തലേന വെക്കണോ? വേണ്ടല്ലോ. ഉറങ്ങണോ? ഞാൻ മാറിട്ടോ. വെളിവിടല്ലോ കേട്ടോ, എടുത്തു കഴിഞ്ഞിട്ട് അന്നാ വിട്ടോ എയറിലോട്ട് വിട്ടു. എന്നാലും ചേച്ചാച്ചന് ഓണത്തിന് അമ്മയ്ക്ക് നൈറ്റ് മേടിച്ചു കൊടുക്കാഞ്ഞത് എല്ലാ തവണയും കാക്കമ്മ പൈസ കൊടുത്ത് എന്റെ ചേച്ചാച്ചന് കാക്കമ്മ മേടിച്ചെന്ന് ഓണം ഇടുന്നല്ലേ ഓണത്തിന്? അല്ലെ പൊന്നു പോടാ, നീ എന്നാ പറഞ്ഞാലും അവള് ചൂടാക്കി തരാം. അവിടെ കേക്കുള്ളൂ. ഇല്ല അമ്മ, ആ അല്ലേ പറയട്ടെ. മനസ്സുള്ള തുറന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചോദിച്ചോട്ടെ, മനസ്സുള്ള അമ്മയ്ക്ക് തുറന്ന് പറഞ്ഞാൽ എന്നോട് പറ്റും നിനക്ക് നൈറ്റി അല്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമുക്ക് ഓണമൊന്നുമില്ല, പുതിയ വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പറ്റുന്നില്ല, അതൊന്നും വേണ്ട. ആരും ധരിച്ചില്ലല്ലോ പുതിയ വസ്ത്രം? ആരും ധരിച്ചില്ല. എന്റെ പിള്ളേർക്ക് ഉണ്ടായിട്ട് പോലും അവർ ധരിച്ചില്ല. കമ്പനിയൊക്കെ കഴിഞ്ഞ വർഷത്തിൽ. അപ്പൊ ഓണം കഴിഞ്ഞിട്ട് മേടിക്കാം. ഊഴമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇപ്പൊ നമ്മള് പുതിയ മേടിക്കുന്നില്ലേ? ഇന്നത്തെ ദിവസം നമുക്കൊന്നും വേണ്ട. ചോദിച്ചില്ലേ? ചോദിച്ചു, ചേട്ടൻ 100 വട്ടം ചോദിച്ചു. അപ്പൊ എപ്പോഴൊക്കെ ചോദിച്ചു. എപ്പോഴൊക്കെ ഓണം കഴിഞ്ഞത് ചോദിക്കല. എപ്പോഴും നമ്മുടെ ഇവിടെ കമ്മട്ടോടിയാണോ എനിക്ക് പണി? അതെ, ഓണം എന്ന് പറയുമ്പോൾ ചേച്ചാച്ചൊരു ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ പുതിയൊരു ഇത് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ. എന്താ പറയോ, കണ്ടോ ബാലൻസ് കാണിക്കുക ഫോണില്. പോലീസുകാർ കണ്ടില്ലേ അതിനകത്തൊക്കെ ഓരോന്നിന് ബാലൻസ് കാണിക്കാം. പറ്റുമോ? ഇല്ല, പറ്റില്ല. ഇല്ലല്ലോ. എന്റെ മതിയോ? എന്റെ വേണം കാണിക്കാം. അത് വേണ്ട, എന്റെ വേണം ഞാൻ കാണിക്കാം. ഞാൻ ഇപ്പൊ ഞാൻ വേണം കാണിക്കണ്ടേ. പക്ഷെ ഞങ്ങൾ പൈസ ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പായിരുന്ന ശമ്പളം കാണിക്കലായിരുന്നു. ഞങ്ങളുടെ പപ്പാടെ ലക്ഷങ്ങളുള്ള ലക്ഷങ്ങളുണ്ട്. ജയ ബാല നിന്നെ വിളിക്കുന്നത്. UK ഹലോ മോനെ, 2 ഈക്വലായിട്ടൊന്ന് സാധനം കുഴപ്പമില്ല. ഒത്തിരി ഉദയന്തി അവനാ
ബൈക്ക് ആ കാർ ഞങ്ങൾ എടുത്തിട്ട് ബൈക്കിലാണ് വന്നത്. അപ്പൊ അവന് തിരിച്ചു പോകുന്നത് മറ്റേ ആൾക്കാരുടെ വണ്ടിയാണ്. അപ്പൊ അവനെ കൊണ്ട് ഇവിടെ കൊണ്ട് പിടിച്ചിട്ട് ബൈക്ക് കുമ്പളങ്ങയായിരുന്നു മൊത്തം അല്ലേ. ആ രാവിലെ എന്നെ വേണമായിരുന്നോ? ആ മോരിന്റെ അകത്ത് ഇടാൻ വേണ്ടി മറ്റേ വേറെന്താ സാധനം ഉണ്ട് വഴി ഇട്ടേക്കുന്നത്. ആ എനിക്ക് കേറുന്നുണ്ടോ? ചായ കുടിച്ചോ? എടി എടി എവിടെ പോവാ? ഇങ്ങോട്ട് വന്നേ. അപ്പൊ എനിക്കില്ല എന്നാ പോവാന്ന് ചുമ്മാ അലമ്പാ. ഏ? ഏത്? അത് വിറകാ. ഈ മരം മുറിച്ചതിന്റെ. ആ